എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് റോളാണ്. അപ്പോൾ രുചികരമായിട്ടുള്ള ബ്രെഡ് റോള് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇന്ന് ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ ഗ്രീൻ പീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുട്ടികൾ ചിലരൊന്നും കഴിക്കാറില്ല ഇതൊന്നും. നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അത് കുട്ടികളുടെ അകത്ത് ചെല്ലുകയും ചെയ്യും. അതേപോലെ നല്ല രുചികരമായിട്ടുള്ള ഒരു ബ്രെഡ് റോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മിൻസ് ചെയ്ത് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ വെജിറ്റബിൾസിനോടൊപ്പം. അല്ലെങ്കിൽ പനീറാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫില്ലിങ്സ് തയ്യാറാക്കുമ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനത് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ബിരിയാണി മസാലയാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് ഇഷ്ടമില്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഒക്കെ അരികെ നമ്മൾ മുറിക്കുമല്ലോ, ഇതെല്ലാം കൂടി എടുത്ത് നമുക്ക് പൊടിച്ച് ബ്രെഡ് ക്രംബായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ബ്രെഡ് റോളിനപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യം നമുക്ക് നോക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്, സവാളയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ഒരു ചെഞ്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിൽ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 2 മീഡിയം സൈസിലെ സവാളയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഏകദേശം പാതി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലതായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേണം ജിഞ്ചർ ഗാർലിക്കിൻ്റെ. അപ്പോഴേ നമ്മുടെ ആ ഫില്ലിങ്ങിനൊരു രുചി ഉണ്ടാവത്തുള്ളൂ. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബിരിയാണി മസാല ഞാൻ ചേർത്ത് കൊടുത്തു. അതേപോലെ 2 മീഡിയം സൈസിലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തു. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ബിരിയാണി മസാല കുറച്ചുകൂടി ഇഷ്ടം ഈ ഫില്ലിങ്ങിന്, അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്നതും, അതായത് വേവിച്ചുടച്ച് വെച്ചതാണ്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിനെ. ബീട്രൂട്ട് കാരണം വെന്തതല്ലല്ലോ, ബാക്കിയൊക്കെ വെന്തതാണെങ്കിലും. ഇനി 1 പിടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ലാസ്റ്റിലാണ് ചേർക്കുന്നത്, എല്ലാം വെന്തതിന് ശേഷമാണ്. അപ്പോൾ എല്ലാം കൂടി ഇനിയും വെന്ത് മല്ലിയില ഒന്ന് വഴന്ന് വന്നേച്ചാൽ മതി. അല്ലെങ്കിൽ അധികം വഴന്ന് വരേണ്ട ആവശ്യവുമില്ല, നമ്മൾ പൊരിച്ചെടുക്കാനല്ലേ, അതുകൊണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിനെ യോജിപ്പിക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അംശം പോലെ ഉണ്ട്, ടൈറ്റ് അല്ല അതിൻ്റെ ഫില്ലിംഗ് എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംബ് ചേർത്ത് അതിനെ ടൈറ്റാക്കി എടുക്കണേ. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കുക, 4 സൈഡുകളും അതിൻ്റെ ഇതേപോലെ മുറിച്ച് മാറ്റുക. എന്നിട്ട് ഒരു ചപ്പാത്തിയുടെ പരത്തുന്ന ആ ഇതുണ്ടല്ലോ, അതെടുത്തിട്ട് ആ റോൾ എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്യണേ. അപ്പോഴത് പരന്ന് കിട്ടിക്കോളും നന്നായിട്ട്. ഇനി ഇതിനൊരു ബാറ്റർ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തു. അതിലേക്ക് 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് ഇനി ഇത് കലക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കലക്കുമ്പോൾ ഒരു തിൻ ബാറ്ററായിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. അതിനാവശ്യമുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലതായിട്ട് ഇളക്കി ലംസ് ഒന്നും ഇല്ലാതെ വേണം ഇതിനെ കലക്കിയെടുക്കാനായിട്ട്. ഇതേപോലെ കണ്ടില്ല, ഒഴിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളമായിട്ടിരിക്കണം. കാരണം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡിലെല്ലാം അതിനെ കുറച്ച് ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പിന്നെ അതേപോലെ ആ റോളിനെ ഒന്ന് മുക്കിയെടുക്കുകയും വേണം. ഇനി നമുക്ക് ഫില്ലിങ് കുറച്ചെടുത്തിട്ട് ഇതേപോലെ കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടി അതിനെ ഒരു സിലിണ്ടർ ഷേപ്പിലാക്കണം. അപ്പോഴേ നമുക്കത് ബ്രെഡ് റോള് ഉണ്ടാക്കുന്നുണ്ട് അതിനകത്ത് വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാനായിട്ട് സൗകര്യം ഉണ്ടാകത്തുള്ളേ. അതുകൊണ്ട് ഈ ഷേപ്പിലാക്കി എടുക്കുന്നത്. അപ്പോൾ എത്ര എണ്ണം ആവശ്യമുണ്ടോ നമുക്ക് അത്ര എണ്ണം ഇതേപോലെ ഈ ഷേപ്പിൽ ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 5 എണ്ണത്തോളം ഇതേപോലെ ഉരുട്ടി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രെഡും അതേപോലൊക്കെ നമ്മൾ സൈഡെല്ലാം മുറിച്ച് പരത്തി അതും മാറ്റി വയ്ക്കണം. എത്ര ഇതേപോലെ ഫില്ലിങ് ആവശ്യമുണ്ടോ അതും റെഡിയാക്കി വെക്കുക. എന്നിട്ടൊരു ബ്രെഡ് പീസ് എടുക്കുക. അതിൻ്റെ 4 സൈഡിലേക്കും ഈ മൈദയുടെ
ബാറ്റർ ഉണ്ടല്ലോ അത് സ്പൂണിലെടുത്തിട്ട് കോരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മുക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ബൗളിൽ നിന്നും ആ മൈദയുടെ ബാറ്റർ പ്ലേറ്റിലേക്ക് മാറ്റിയേ. ഇനി അതേന്ന് കുറച്ച് സ്പൂണിൽ ഇങ്ങനെ കോരിയെടുത്ത് 4 സൈഡിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് ചുരുട്ടുന്ന സമയത്ത് നന്നായിട്ടത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ 4 സൈഡിൽ നമ്മൾ കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി ആണെങ്കിൽ ഇതങ്ങ് കുഴഞ്ഞു പൊടിഞ്ഞു വല്ലാതെ ആയിപ്പോവും. ഇനി ഇതിനെ നല്ല ടൈറ്റായിട്ട് ചുരുട്ടിയെടുക്കണം. ചുരുട്ടുമ്പം ശ്രദ്ധിക്കണം, ഒത്തിരി ടൈറ്റാക്കി അങ്ങ് മുറുക്കരുത്, ബ്രെഡ് പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇതിനെ ഒന്ന് മുക്കി ബ്രെഡ് ക്രംബിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മൾ മൈദയിൽ മുക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംബ് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നനഞ്ഞ കൈ ഇട്ടാൽ ഈ ക്രംബ് മുഴുവനും അഴുക്കായി പോകും. കാരണം എല്ലാം അങ്ങ് കുഴഞ്ഞു പറ്റിയിരിക്കും, പിന്നെ നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് ക്രംബ് കാണത്തില്ല. അപ്പോൾ ഒരു കൈ കൊണ്ട് ബാറ്ററിലിടുക, മറ്റേ കൈ കൊണ്ട് ഇതേപോലെ മുക്കി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടെല്ലാം ഒട്ടിപ്പിടിച്ചിരുന്നോളുമേ. ഇനി അത് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചു. അടുത്ത ഒരെണ്ണം കൂടി ഞാൻ കാണിക്കാമെന്ന് വെച്ചാൽ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു സ്പൂണിൽ മൈദ എടുത്ത് ഒഴിച്ചു കൊടുക്കുക 4 ചുറ്റിനും. എന്നിട്ട് നടുക്ക് ഇതേപോലെ ഫില്ലിങ് വെക്കുക, ചുരുട്ടുക. എന്നിട്ട് 2 സൈഡും ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഈ ബാറ്ററിനകത്തിലേക്ക് ഇടുക, അതിനെ നന്നായിട്ടൊന്ന് ചുറ്റിക്കുക. അത് കഴിഞ്ഞ് ഈ ബ്രെഡ് ക്രംബിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്രെഡ് ക്രംബ് എല്ലാ വശങ്ങളിലും പറ്റി പിടിച്ചിരിക്കത്തക്കതുപോലെ നല്ലതായിട്ട് ഉരുട്ടി അതിനെ പറ്റിക്കണം കേട്ടോ. എന്നിട്ട് പ്രസ്സും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളിലും ബ്രെഡ് ക്രംബ് നന്നായിട്ട് പറ്റിയിരിക്കും. ഇങ്ങനെ 5 എണ്ണത്തോളം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് എണ്ണയും ഞാൻ ചൂടാകാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണേ, അല്ലെങ്കിൽ ബ്രെഡല്ലേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ബ്രെഡ് റോളെല്ലാം നമ്മുടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 5 എണ്ണമായിരുന്നു റെഡിയാക്കി വെച്ചിരുന്നത്, 5 എണ്ണം ഞാൻ വറുത്തെടുത്തു. കണ്ടില്ലേ, ഇതേപോലെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബ്രെഡ് റോളാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.